വെൽക്കം ഗൈസ്. ഇന്ന് നമ്മൾ ഡ്രീം കാർസിൽ പോയി കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വെഹിക്കിൾസാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വെഹിക്കിൾസാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഫോളോ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. കാരണം തുടർന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ എല്ലാ വീഡിയോ പാർട്സ് ആയിട്ട് വണ്ടികളുടെ ഓരോരോ ഡീറ്റെയിൽസ് പാർട്ടായി ഓരോ പാർട്ടിലും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു i20 തന്നെ തുടങ്ങാം. 2009 മോഡല് ഡീസൽ വേരിയൻറ്റിൽ നിൽക്കണം ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ആസ്ത i20 ആസ്ത എന്ന് പറയുന്ന ഓപ്ഷനിൽ നിൽക്കണം. 29 വരെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എടുക്കണ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കണ ഡീസൽ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുമ്പോൾ തന്നെ ഇല്ല. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ഗുഡ് ലുക്കിംഗ് വെഹിക്കിളാണ്. പിന്നെ ഇത് നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലായാലും ഇതിപ്പോൾ ഇതേ അലോയ്സൊക്കെ ആസ്ത വേരിയൻ്റ് വേണ്ട അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിമേൽ വലിയ കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻസൊക്കെ ആയാലും അത്യാവശ്യം ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതുപോലെ ഇത് സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, അതുപോലെ സീറ്റ് കാര്യങ്ങളൊന്നും ലെതേഴ്സ് അധികം നാശാവാത്ത അധികം സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. അപ്പോൾ ഈ വെഹിക്കിൾ നമ്മളിവിടെ റേറ്റ് പറയുന്നത് 1,90,000 രൂപയിലേക്കാണ് നമ്മൾ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളെല്ലാം വേണമെങ്കിലും നമുക്ക് ഈ ലോൺ ഫെസിലിറ്റീസ് ഈ വണ്ടിക്ക് ലോൺ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഏകദേശം ഒരു 1 ലാഖിൻ്റെ അടുത്ത് നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളും കൂടിയാണ്. ഇപ്പോൾ 2009 മോഡൽ i20 ആസ്ത മറക്കണ്ട. ആ അത്യാവശ്യക്കാർ വേഗം തന്നെ സ്ക്രീനിലാണ് നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നിങ്ങൾക്കൊരു പരിചയം 2017 മോഡൽ ഫോർഡിൻ്റെ ഒരു ന്യൂ ഫിഗോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫുൾ ലോഡ് വെഹിക്കിളാണ്. 2017 തന്നെ നിൽക്കുന്ന ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പോൾ അത്യാവശ്യം തന്നെ ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. 6 എയർ ബാഗ്, AC പോർഷൻ, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, അലോ വീൽസ്, ഇങ്ങനെ എല്ലാത്തിലും നിൽക്കുന്ന റെഡ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു വെഹിക്കിളാണ്. ഇത് കിലോമീറ്റർ റൺ ചെയ്തേക്കുന്നത് 95,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുമ്പോൾ തന്നെ ഇല്ല. ഒരുവിധം എല്ലാ സർവീസുകളും കമ്പനിയിൽ തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഫിഗോയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ അത്യാവശ്യം നോക്കി ടൈറ്റാനിയം വരുന്നുണ്ട്. അതിന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസ്, എയർ ബാഗ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോള് പോലെ സീറ്റ്സൊക്കെ ആയാലും നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളി ഇൻറ്റീരിയർ കാര്യങ്ങളാണ്. വേറെ ചെളിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലാത്ത അത്യാവശ്യം വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറുവണ്ടി പറഞ്ഞാൽ നമുക്ക് നോക്കിയാലോ ഒരു അടിപൊളി ഒരു സാൻഡ്രോ, ഒരു പുത്തൻ വണ്ടിയുടെ ലുക്കിൽ നിൽക്കുന്ന ഒരു സാൻഡ്രോ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. 2012 രജിസ്ട്രേഷനിൽ നിൽക്കണം. വെറും 25,000 കിലോമീറ്ററിൽ നിൽക്കുന്ന വാഹനമാണ്. നമ്മളാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. കിലോമീറ്റർ കുറയ്ക്കുക അങ്ങനത്തെ ഒന്നുമല്ല. ഫുള്ള് കമ്പനി സ്റ്റെറിയോടുകൂടി നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി എങ്ങനെ ഇരിക്കണോ അതേ ലുക്കിൽ തന്നെ ഇപ്പോഴും അത്ര വെൽ മെയിൻറ്റെയിനിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ അഡീഷണലായിട്ട് കസ്റ്റമറിന് അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമുക്ക് ആ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഞാൻ ഇത് ഫോണിൽ കാണിച്ചാൽ എല്ലാത്തിൻ്റെയും തുറക്കാനുള്ള ടൈമില്ല. ഇൻറ്റീരിയേഴ്സ് അടക്കമായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. 2012 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, വെറും 25,000 കിലോമീറ്ററിൽ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അടിപൊളി വാഹനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിഗോൻ്റെ ബാക്ക് വശം നമ്മൾ നേരത്തെ കാണിച്ചില്ല, അതും കണ്ടോളൂ. നല്ല വാഹനങ്ങളാണ് കേട്ടോ. അതുപോലെ ഇനി ഒരു പോളോ, കുറേ ആൾക്കാരുടെ പ്രിയപ്പെട്ട വാഹനമാണ് പോളോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഡീസൽ വാഹനമാണ്. വെറും 90,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ള വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് ആസ്ക് ചെയ്യണത് നമ്മൾ 2,75,000 രൂപയാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കയറും. നമുക്ക് ഒരാളെ കൊണ്ടും ചെക്ക് ചെയ്തെടുക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടേക്കുന്ന വെഹിക്കിൾസാണ്. കാരണം മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടുത്തെ വണ്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരുവിധം വരുന്ന വണ്ടികളെല്ലാം നമ്മുടേതായ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോറൂമിൽ കയറ്റാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ആയാലും അത്യാവശ്യം നീറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തിൽ കിടക്കുമ്പോൾ വണ്ടി ട്രെൻഡ് ലൈനിൽ നിൽക്കുന്ന വണ്ടിയാണ്. സീറ്റ്സ് കാര്യം അപ്പോൾസറീസ് ഒക്കെ ആയാലും
അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടിയുടെ. വൈറ്റ് കളറിൽ ബാക്കിൽ ഒരു സ്പോർട്ടി ലുക്കിൽ കിട്ടാൻ വൈറ്റിൻ്റെ ഒപ്പം ബ്ലാക്ക് സ്പോയിലറൊക്കെ മിക്സ് ഇത് കൊടുത്തിട്ടുണ്ട്. വണ്ടി ടയർ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. അപ്പോൾ 2,75,000 രൂപയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്. ലോണും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കൊരു 2011 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു ഓൾട്ടോ കേട്ടൻ VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അന്നത്തെ. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാം കമ്പനിയിൽ തന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളൊരു വണ്ടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സൊക്കെ എല്ലാം അഡീഷണൽ കസ്റ്റമർ നല്ല ലെതർ സീറ്റ്സ് കാര്യങ്ങൾ സ്റ്റിയറിംഗ് മടക്കാതെ കയറ്റിയിട്ടുണ്ട്. നല്ല ലുക്ക് ആൻഡ് വെരി ഗുഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു അടിപൊളി ഒരു ഓൾട്ടോ കേട്ടൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1,50,000 രൂപയാണ്. ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് ലോൺ ഫെസിലിറ്റീസൊക്കെ വേണ്ടവർക്ക് ലോണും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒട്ടനവധി വെഹിക്കിൾസ് ഇത് നമ്മുടെ ഷോറൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ വിയ്യൂർ പാലം സ്റ്റോപ്പിനടുത്തുള്ള ഡ്രീം കാർസിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ബൈ ബൈ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ.